തെക്കൻ കൊളംബിയയിൽ 114 സൈനികരും 11 ജീവനക്കാരുമായി സഞ്ചരിച്ച സൈനിക ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണു. പറന്നുയർന്ന ഉടനെയാണ് അപകടമുണ്ടായതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. C-130 ഹെർക്കുലീസ് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 6 വ്യോമസേന ഉദ്യോഗസ്ഥരും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 58 സൈനികർ മരിച്ചതായി സൈനിക വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. ആകെ 66 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി 2 സൈനിക വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. സൈനികരെ കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന US നിർമ്മിത C-130 ഹെർക്കുലീസ് വിമാനം പുട്ടുമായോ പ്രവിശ്യയിലെ പ്യൂർട്ടോ ലഗുയിസാമോ പട്ടണത്തിന് സമീപമാണ് തകർന്നു വീണത്. വനമേഖലയിൽ തകർന്നു വീണ വിമാനത്തിന് തീപിടിച്ചതായും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി പെട്രോ സാഞ്ചസ് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ വിവരങ്ങളോ മരണസംഖ്യയോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അപകട കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും കൊളംബിയൻ അധികൃതർ അറിയിച്ചു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ സംഭവമാണിതെന്ന് പ്രതിരോധ മന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു.